അവിടെ നിന്നും ഇറങ്ങിയ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. മുൻപിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് മുഖമുയർത്തി നോക്കി. പിന്നെ ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൻ അവളുടെ തലയിൽ തലോടി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് നടന്നു. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം, ഈ കോളേജ് അവളുടേതാണെന്നാണ് അവളുടെ അഹങ്കാരം, നയന ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ പറഞ്ഞതി എന്താ തെറ്റ്? എങ്ങനെ നോക്കിയാലും ഇത് അവളുടെ കോളേജ് തന്നെയാണ്. ഇത് കുരിശിങ്കലിൻ്റെയും പ്ലാത്തോട്ടത്തിൻ്റെ ഷെയർ അല്ലേ? ആ കുട്ടി പ്ലാത്തോട്ടത്തിലെ അല്ലേ? അപ്പോൾ അവൾക്ക് മാത്രം അവകാശം പറയാൻ പറ്റില്ലല്ലോ. നയന സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൾ ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണാണ്. ഞാൻ കുരിശിങ്കൽ തറവാട്ടിലെ ഡാനിയലിൻ്റെ മകനാണ്, ഡേവിഡ് ഡാനിയൽ കുരിശിങ്കൽ. അവളിപ്പോൾ പ്ലാത്തോട്ടത്തിലെ കുട്ടിയാണ്. നാളെ അവൾ കുരിശിങ്കലിൽ വരേണ്ട പെണ്ണാണ്, എൻ്റെ പെണ്ണായിട്ട്, എൻ്റെ ഭാര്യയായിട്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും അവൾക്കാണ് ഈ കോളേജിൽ മറ്റാരേക്കാളും അവകാശം. അവൻ ചെറുചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. സാർ, നയന വിശ്വാസം വരാത്തതുപോലെ വിളിച്ചു. അതേ നയന, അവൾ ഈ ഡേവിഡിൻ്റെ പെണ്ണ. എൻ്റെ അവസാനം വരെ എൻ്റെ മാത്രമായിരിക്കും എൻ്റെ പെണ്ണ്. പിന്നെ സായി ദേഷ്യപ്പെട്ടതോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ദേഷ്യം അവൾക്ക്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ ചെറുചിരിയോടെ പറഞ്ഞു. ഗ്രൗണ്ടിൽ ആൺപിള്ളേർ ഫുട്ബോൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ് സായ. അവളുടെ അടുത്തായിട്ട് അജിത്തും ഇരിപ്പുണ്ട്. സായ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പിയിരിക്കുകയായിരുന്നു. നീ ഇത് ഏത് ലോകത്താണ്? അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എടാ, എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കാവോ? അവൾ ദയനീയമായി അവനോട് തിരികെ ചോദിച്ചു. ഞാൻ എവിടെ വേണമെങ്കിലും നിന്നെ കൊണ്ടുവിടാം, പക്ഷേ അതിനു മുൻപ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയണം. അവൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. നിനക്ക് ഡേവിഡ് സാറിന് ഇഷ്ടമല്ലേ? അറിയില്ല. അവൾ അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തി. അറിയില്ലേ നിനക്ക്? പിന്നെ നീ എന്തിനാ സാറിനോട് ദേഷ്യപ്പെട്ടിട്ട് സ്വയം ഇരുന്ന് കരയുന്നത്, സ്വയം നിന്നെ തന്നെ പഴിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഡാ, എനിക്ക് ഒട്ടും വയ്യ, പ്ലീസ്. തലയൊക്കെ വെട്ടിപ്പൊളുക്കുന്നത് പോലെ വേദനിക്കുക. നീ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിത്താ, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോയിക്കോളാം. സായ, നിന്റെ വീട്ടിൽ എത്ര കാറുണ്ട്? അത് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. പറ സായ, നിനക്ക് എത്ര കാറുണ്ട്? അവൻ വീണ്ടും ചോദിച്ചു. 5 കാറുണ്ട്. പപ്പയ്ക്കും അങ്കിളിനും ഓരോ കാറുണ്ട്. അതുകൂടാതെ റോണിച്ചായനും സണ്ണിച്ചായനും സ്വന്തമായിട്ട് കാർ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോകാൻ വേറെ ഒരു കാറും ഡ്രൈവറുമുണ്ട്. പിന്നെ നീ എന്തിനാ ഈ നടന്നു വരുന്നത്? അല്ലെങ്കിൽ ഓട്ടോയിൽ. നിനക്ക് സ്വന്തമായിട്ട് കാറുണ്ടല്ലോ, നിനക്ക് ഡ്രൈവിങ്ങും അറിയാം. പിന്നെ നീ കാർ എടുക്കാത്തത് എന്താ? അവൻ സംശയത്തോട് ചോദിച്ചു. അതിനവളൊന്ന് ചിരിച്ചു. നിന്നോട് ചിരിക്കാനല്ല സായ പറഞ്ഞത്, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അവകാശം പറയാൻ അവിടെ ഒന്നുമില്ല. എന്തിന്? എൻ്റെ മോളെപ്പോലെ കരുതുന്ന പപ്പയും മമ്മിയും സണ്ണിച്ചായനും ഒന്നും എൻ്റെ സ്വന്തമല്ല. അവരുണ്ടാക്കുന്ന കാശിൽ അഹങ്കരിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് തോന്നി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? അവൻ സംശയത്തോടെ അതിലുപരി ഞെട്ടലോടെ അവളോട് ചോദിച്ചു. നിന്നെ ഞാൻ എന്താ ഇത്രയും അധികം സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയോ? നീ എന്നോട് പലതവണ ചോദിച്ചിട്ടില്ലേ, ഇത്രയും പണക്കാർ കുട്ടികൾ ഇവിടെ പഠിക്കുമ്പോൾ അവരോടൊന്നുമില്ലാത്ത സ്നേഹം എന്തുകൊണ്ടാ സ്കോളർഷിപ്പിൽ പഠിക്കുന്ന നിന്നെപ്പോലൊരു പാവപ്പെട്ട പയ്യനോട് തോന്നാൻ കാരണമെന്ന്? കാരണം ഇതാ, നിനക്ക് അച്ഛനില്ല, വയ്യാത്തൊരമ്മ മാത്രമേ ഉള്ളൂവെങ്കിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ഞാൻ അനാഥയാണ്. സായ, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അതേടാ, ആ പ്ലാത്തോട്ടത്തിലുള്ള ഒരാളുമായിട്ടേ എനിക്ക് ബന്ധമുള്ളൂ. ഞാൻ മമ്മി എന്ന് വിളിക്കുന്ന ശാലിനി ആൻറ്റിയായിട്ട്. ശാലിനി ആൻറ്റിയുടെ ചേച്ചിയുടെ മകളാണ് ഞാൻ. എൻ്റെ പപ്പയും മമ്മിയും ദുബായിൽ വെച്ച് നടന്ന ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. കൈക്കുഞ്ഞായിരുന്നു ഞാൻ. എന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ആരാണെന്നറിയോ ആദ്യമായിട്ട് എന്നെ ഏറ്റുവാങ്ങിയത്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഡേവിഡ് ഡാനിയൽ കുരിശിങ്കൽ, ഡേവി ചായൻ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കിതൊക്കെ എങ്ങനെ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അന്ന് കാറിൽ വെച്ച് ഡേവി ചായൻ എന്നെ കിസ് ചെയ്തത്? അന്ന് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നതെന്ന് നിനക്കറിയോ? സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഒരു പുരുഷൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ അറിഞ്ഞപ്പോൾ കുറച്ച് സങ്കടം വന്നെങ്കിലും പിന്നീട് ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം എപ്പോഴൊക്കെയോ എനിക്കും ഇച്ചായനെ ഇഷ്ടമായിരുന്നു. ഞാനും സ്നേഹിച്ചിരുന്നു ഇച്ചായനെ. എൻ്റെ കഴിവുകേട് കൊണ്ടാണ് എനിക്ക് ആ വിഷയം പോയത്, അല്ലാതെ ഇച്ചായൻ എന്നെ കിസ് ചെയ്തത് കൊണ്ടല്ല. അതൊക്കെ എന്നിൽ നിന്നും ഇച്ചായനെ അകറ്റാൻ ഞാൻ സ്വയം കണ്ടെത്തിയ വെറും ന്യായങ്ങൾ മാത്രമായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. പിന്നെ നീ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? അവൻ സംശയത്തോട് ചോദിച്ചു. അന്ന് ഇച്ചായൻ എന്നെ കിസ് ചെയ്ത ദിവസം
ഞാൻ പപ്പയുടെയും മമ്മിയുടെയും കൂടെ കിടക്കാൻ ബെഡ്റൂമിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് അവരുടെ നടുക്ക് പോയി കിടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് ഇച്ചായ, ഇന്ന് ഡേവിയാണ് സായയെ കോളേജിൽ കൊണ്ടാക്കിയത്, ശാലിനി ജേക്കബിനോട് പറഞ്ഞു. അതിനെന്താടി? അല്ല ഇച്ചായ, വന്നപ്പോൾ മുതൽ അവൾക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ച് പോലെ, മുഖത്തൊക്കെ എന്തോ ഒരു പ്രസരിപ്പ്. നീ എന്താ സംശയത്തോടെ പറയുന്നത്? അങ്ങനെയല്ല ഇച്ചായ, എനിക്കൊരു സംശയം. ഡേവിഡും അവളും തമ്മിൽ എന്തോ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഡേവിഡ് എപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ വരാറില്ലേ? അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവന് സായയെ കാണുമ്പോൾ എന്തോ ഒരു തിളക്കം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഐഷുമോളും ഇവിടെ വരാറില്ലേ? അതുറപ്പായ കാര്യവാ. അവൾക്ക് സണ്ണിയെ ഇഷ്ടവാ, അതെനിക്കറിയാം. പക്ഷേ സായ, ശാലിനി, നീ എന്താ പറഞ്ഞു വരുന്നത്? സണ്ണിയെ പോലെ തന്നെയല്ലേ സായമോളും? നമ്മുടെ സ്വന്തം മോളെ പോലെയല്ലേ അവളെ നമ്മൾ എല്ലാവരും കാണുന്നത്? സണ്ണിയെ സ്നേഹിക്കുന്നതിൻ്റെ 10 ഇരട്ടിയല്ലേ ഇവിടെ എല്ലാവരും അവളെ സ്നേഹിക്കുന്നത്? ആ തോട്ടത്തിൽ സണ്ണിക്കും റോണിക്കും എന്തവകാശമുണ്ടോ അതുതന്നെയാണ് സായയ്ക്കുമുള്ളത്. നിന്റെ ചേച്ചിയും ഹസ്ബൻഡും ദുബായിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ അവളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരുടെ മകളായിട്ട് നോക്കാനല്ല, എൻ്റെ മകളായിട്ട്, നമ്മുടെ മകളായിട്ട് അവളെ വളർത്താനാ. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അയാൾ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഇച്ചായ, അവൾ ഈ വയറ്റിൽ പിറന്നില്ലെങ്കിലും അവൾ നമ്മുടെ മകൾ തന്നെയാണ്. പക്ഷെ ഡേവിഡും സായയും തമ്മിൽ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കുരിശെങ്കിലും അത് അംഗീകരിക്കുമോ? അവർക്കെല്ലാം അറിയാം സായ നമ്മുടെ മകളല്ലെന്ന്. അവൻ്റെ മനസ്സിൽ ഒരിഷ്ടം അവളോടുണ്ടെങ്കിൽ ഡേവിഡ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കുന്നതും. പക്ഷേ നമ്മുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആദ്യം ഏറ്റുവാങ്ങിയത് ഡേവിഡല്ലേ? അവനല്ലേ അവൾക്ക് പേരിട്ടത് പോലും. അവിടെയുള്ളവരല്ലേ അവളെ താലോലിച്ച് വളർത്തിയത്. അവർക്കങ്ങനെ ഇതിൻ്റെ പേരിൽ നമ്മുടെ മോളെ തള്ളിക്കളയാൻ പറ്റുമോടി? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവരൊക്കെ ചെയ്യുമെന്ന്. ആരവളെ തള്ളിക്കളഞ്ഞാലും അവൻ തള്ളിക്കളയില്ല അവളെ, അയാൾ ചിരിയോടെ പറഞ്ഞു. പുറത്തുനിന്നും ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. സായ, തൻ്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവളെ അവൻ വിളിച്ചു. എനിക്ക് വെറുപ്പില്ലടാ ഡേവിച്ചായനോട്, എന്നും ബഹുമാനവും സ്നേഹവും മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പ്രണയിച്ചിട്ടേ ഉള്ളൂ എന്നും. പക്ഷെ ഞാൻ ചേരില്ലടാ ഇച്ചായന്, ഞാൻ ചേരില്ല. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. ദേ പിള്ളേരൊക്കെ നോക്കുന്നു, കരയാതെ വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ തുറച്ചിട്ട് എഴുന്നേറ്റു. അവൻ പോക്കറ്റിൽ കിടന്ന ഫോൺ ഓഫ് ചെയ്ത് അവളെയും കൊണ്ട് ക്ലാസ്സിലേക്ക് ബാഗ് എടുക്കാൻ നടന്നു. ഫോണിലൂടെ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ ചിരിച്ചു. സായ, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൻ വിളിച്ചു. മറ്റെന്തോ ചിന്തയിലായിരുന്ന അവളൊന്ന് മൂളി. അത് മാത്രമാണോ നീ ഡേവിഡ് സാറിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം? അവൻ സംശയത്തോട് ചോദിച്ചതും അവളതിന് ഉത്തരം പറഞ്ഞില്ല. സായ, അവൻ വീണ്ടും വിളിച്ചു. പ്ലീസ് ഡാ, എന്നോടൊന്നും ചോദിക്കരുത്. അവൾ ദയനീയമായി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവനറിയാമായിരുന്നു അത് മാത്രമല്ല അവരെ അകറ്റി നിർത്തിയിരിക്കുന്നതെന്ന്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അലക്സ് പാത്തുവിനെ കൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. പാത്തുവിന് എന്താ കഴിക്കാൻ വേണ്ടത്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇച്ചായം കഴിക്കുന്നത് മതി പാത്തുവിന്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡെല്ലാം കൊണ്ടുവന്ന് വെച്ചതും അവൾ അതൊന്നും തൊടാതെ അവനെ നോക്കിയിരുന്നു. കഴിക്കു കുഞ്ഞാ, അവൻ പുരികം പൊക്കി ഫുഡ് ചൂണ്ടി പറഞ്ഞു. വാരിത്താ, അവൾ കൊഞ്ചലോടെ അവനോട് പറഞ്ഞു. പാത്തു, അവൻ ദയനീയമായി വിളിച്ചു. വാരിത്താ ഇച്ചായ, ഇല്ലെങ്കിൽ പാത്തുവിന് വേണ്ട. അവൾ ഫുഡ് നീക്കി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവന് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് ആഹാരമെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തതും അവൾ വാതുറന്നത് വാങ്ങിക്കഴിച്ചു. ഇച്ചായനും കഴിക്ക്, അവൾ പറഞ്ഞുകൊണ്ട് അവനും തിരികെ വാരിക്കൊടുത്തു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സണ്ണിയും റോണിയും അങ്ങോട്ട് വന്നത്. ഇതെന്താ, പാത്തുവിന് ഇച്ചായനാണോ വാരിത്തരുന്നേ? സണ്ണി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. സണ്ണിച്ചായന് വേണോ? അവൾ അവനെ നോക്കി ചോദിച്ചു. വേണ്ട, ഞങ്ങൾ കഴിച്ചതാ, പാത്തു കഴിച്ചോ? അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുറച്ചു കഴിഞ്ഞതും അവൾ എരിയൂറാൻ തുടങ്ങി. എന്താ എന്താ മോളെ? സണ്ണി ആവലാതിയോടെ അവൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്താ കുഞ്ഞാ? അലക്സും സംശയത്തോട് ചോദിച്ചു. ഈ ചായം കടിച്ചപ്പോൾ പത്തുവിൻ്റെ ചുണ്ട് മുറിഞ്ഞില്ലേ, അപ്പോൾ എരി നീറുന്നു, അവൾ എരി ഊറിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും സണ്ണിയും റോണിയും സംശയത്തോടെ കപട ദേഷ്യത്തോടെ അവനെ നോക്കി. അത് പിന്നെ അലക്സ് എന്ത് പറയണമെന്നറിയാതെ നിന്നു. പിന്നെ സണ്ണി പുരികം പൊക്കി ചോദിച്ചു. അളിയോ, വല്ലാതെ കിടന്ന് ഉരുളല്ലേ? റോണി അവൻ്റെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞതും അലക്സ് ചിരിച്ചു. അത് കണ്ട് സണ്ണിയും റോണിയും ചിരിച്ചു. പാത്തു ആണെങ്കിൽ ഇവരെന്തിനാ ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അവരെ എല്ലാവരെയും മാറി മാറി നോക്കി. ഡാ, എൻ്റെ കുഞ്ഞിന് ഒരു ഐസ്ക്രീം പറഞ്ഞേ, അലക്സ് റോണിയെ നോക്കി പറഞ്ഞതും പാത്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു. 2 എണ്ണം.
അവൾ വിരലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞതും റോണി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടിയിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയി. വൈകിട്ട് ഉച്ചയ്ക്ക് വന്നു കിടന്ന സായ നല്ലതുപോലെ ഉറങ്ങിയിരുന്നു. സായ, ഡി എഴുന്നേറ്റേ. ശാലിനി അവളെ തട്ടി വിളിച്ചു. പ്ലീസ് മമ്മി, എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, അവൾ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ദേ, നിന്നെ സണ്ണി വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവർ വീണ്ടും പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റിരുന്നു. പിന്നെ മുഖം കഴുകിയിട്ട് ഹാളിലേക്ക് നടന്നു. എന്താ സണ്ണിച്ച? അവൾ ചോദിച്ചുകൊണ്ട് ഹാളിൽ ചായ കുടിക്കുന്ന അവൻ്റെ അടുത്തേക്ക് നടന്നു. എടി വാ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. സണ്ണി അവളെ കണ്ടതും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുറത്തെന്താ? എന്തിനാ ഇപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നേ? പറയാം, നീ വാ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി. പറ ചാച്ചാ, ഇപ്പം എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ദേവി അവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. എടി, നാളെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അലക്സ് ചായൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ. അവരിങ്ങോട്ട് വന്നാൽ നിനക്കറിയാലോ, പാത്തു ചാച്ചൻ്റെ അടുത്ത് നിന്ന് മാറില്ല. സണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. ചാച്ചന് അവളെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അവൾ ചിരിയോടെ ചോദിച്ചു. പിന്നെ അങ്ങേർക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമമാ അവളോട്, അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഹാളിലേക്ക് എത്തിയതും അന്നമ്മയും ലീലാമ്മയും ചേർന്ന് പച്ചക്കറി അരിയുകയായിരുന്നു. എന്താണ്, സ്പെഷ്യലാണോ? സണ്ണി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് സ്പെഷ്യലാടാ? തോരൻ എന്തേലും വെക്കണം, ലീലാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അല്ല, എല്ലാവരും ഉണ്ടല്ലോ, എന്താണൊരു ചുറ്റിക്കളി? അന്നമ്മ അവരെ നോക്കി ചോദിച്ചു. അപ്പോൾ പുന്നാരമോനൊന്നും പറഞ്ഞില്ലേ? ഭാവി മരുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മോൻ തീരുമാനിച്ചു. അതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, സണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ സംശയത്തോടെ അവരെ നോക്കി. മനസ്സിലായില്ലേ? നാളെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കാനാണ് മോൻ്റെ തീരുമാനം. ആൻറ്റി അറിഞ്ഞില്ലേ? അവൻ ചോദിച്ചതും അവരില്ലെന്ന് തലയാട്ടി. സാധാരണ ചാച്ചനെല്ലാം ആൻറ്റിയോട് പറയുന്നതാണല്ലോ, ഇതെന്തു പറ്റി? സായ സംശയത്തോട് ചോദിച്ചു. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും, അന്നമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതായിരിക്കും, അവരും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. ബാൽക്കണിയിൽ ചിരിയും ബഹളവും കേട്ടതും അവരങ്ങോട്ടേക്ക് നടന്നു. കയ്യിൽ ചായക്കപ്പുമായി നിൽക്കുന്ന അലക്സി. കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അവൻ. തലമുടി നനഞ്ഞ അലസമായി കിടക്കുകയാണ്. ഒരു ഷോർട്ട്സും ബനിയനുമാണ് വേഷം. തൊട്ട് താഴെയായിട്ട് ബീൻ ബാഗിൽ ഇരിക്കുന്ന ദേവി. അവനും കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു ട്രാക്ക് സ്യൂട്ട് പാൻറ്റും ടീഷർട്ടുമാണ് വേഷം. അവൻ്റെ അടുത്തായിട്ട് തന്നെ എമി ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. അവിടെ ഇട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് റോണിയും ഐഷു. സണ്ണിയെ കണ്ട ഐഷുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ അവനെ നോക്കി ചിരിച്ചതും അവനും തിരികെ പുഞ്ചിരിച്ചു. ദേവിയുടെ കണ്ണുകൾ സായയിലേക്ക് നീണ്ടു. ഒരു 3/4 പാൻറ്റും റെഡ് കളർ ബനിയനുമാണ് വേഷം. മുടിയെല്ലാം കൂടി വാരിക്കെട്ടി ബണ്ണിട്ടിട്ടുണ്ട്. ഉറക്കം എഴുന്നേറ്റതാണെന്ന് മുഖം വിളിച്ചു പറയുന്നുണ്ട്. വാ മോളെ, അലക്സ് വിളിച്ചപ്പോഴാണ് ദേവിയിൽ നിന്ന് സായയും സായയിൽ നിന്ന് ദേവിയും കണ്ണുകൾ മാറ്റിയത്. അവൾ ചിരിച്ചുകൊണ്ട് റോണിയുടെ അടുത്തേക്ക് പോയിരുന്നു. 12 മണിക്ക് കേക്ക് വാങ്ങണമെന്നും ഇന്ന് അലക്സ് പാത്തുവിൻ്റെ കൂടെ കിടക്കാൻ വരാതെ അവളെ പിണക്കിയിരുത്തണമെന്നും അവർ തീരുമാനിച്ചു. അലക്സ് പാത്തുവിൻ്റെ കൂടെയാണ് ഉറക്കമെന്ന് പിള്ളേർ സെറ്റിന് അറിയായിരുന്നു. അലക്സ് ബേക്കറിയിൽ വിളിച്ച് കേക്കിനും മറ്റും ഓർഡർ കൊടുത്തു. പാത്തുവിന് അലക്സ് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ലോക്കറ്റിൽ അവൻ പാത്തുവിൻ്റെ കവളിൽ ചുംബിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഗിഫ്റ്റായിരുന്നു വാങ്ങിവെച്ചത്. അത് പിള്ളേരെ എല്ലാം അവൻ എടുത്തു കാണിച്ചു. കൂടാതെ ഒരു ഡയമണ്ട് റിങ്ങും അവൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിരുന്നു. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അവർ പിരിയാൻ തീരുമാനിച്ചു. കേക്കിൻ്റെ മോഡൽ വിളിച്ചു പറയാൻ അലക്സ് ഫോണുമായി മുറിയിലേക്ക് പോയി. റീൽസ് ചെയ്യാൻ റോണിയെ വിളിച്ചുകൊണ്ട് എമിയും ഇറങ്ങിപ്പോയി. അവളുടെ റീൽസിൻ്റെ ഇരയാണ് റോണി. എമിയേക്കാൾ ഫാൻസ് റോണിക്കുണ്ട്, അതുകൊണ്ട് അവനും അതിന് നിന്നു കൊടുക്കും. ഐശുവിനെ ഒന്ന് സ്നേഹിക്കാൻ സണ്ണി തീരുമാനിച്ചു. അവരും പതിയെ കണ്ണും കൈയും കാണിച്ച് അവിടുന്ന് മുങ്ങി. ദേവിയും സായയും മാത്രമായി ബാൽക്കണിയിൽ. അവളും താഴേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ താഴെ ബീൻ ബാഗിലിരിക്കുന്ന അവൻ്റെ മടിയിലേക്ക് തന്നെ ചെന്ന് വീണു. വിട്, അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നഗ്നമായ കഴുത്തിൽ മുഖമമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങി. പ്ലീസ് ലീവ് മീ, അവൻ്റെ ചുംബന ചൂടിൽ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചു. ഐ ലവ് യു, അവൻ അവളിട്ട് കാതിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുംബിച്ചു. ഐ ഹേറ്റ് യു, ജസ്റ്റ് ലീവ് മീ, അവൾ വീണ്ടും അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ 2 കാലുകളും ഒരു സൈഡിലേക്ക് എടുത്തിട്ടു. അവളെ തിരിച്ച് അവൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. അവൾ അവനെ നോക്കാതെ മുഖം മാറ്റി. സായ, എന്നെ നോക്ക്, അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു. നോ, ജസ്റ്റ് ലീവ് മീ പ്ലീസ്, അവൾ വീണ്ടും പറഞ്ഞു. എന്നെ ഒന്ന് നോക്കടി, അവൻ വീണ്ടും പറഞ്ഞതും അവൾ വേറെ നിവൃത്തിയില്ലാതെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി.
എന്തിനോ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു. യാന്ത്രികമായി അവളുടെ കൈകൾ അവൻ്റെ കവിളിൽ തലോടി. പിന്നെ അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈചുറ്റി അവനെ ഇറുക്കി പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്തൊക്കെയോ പരസ്പരം വാക്കുകളിൽ കൂടിയല്ലാതെ അവർ പറയുകയായിരുന്നു.